സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു മതങ്ങളും സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അതായത് ഒന്നാമത് നമ്മുടെ ഹിന്ദുക്കളുടെ പുരാണമായ മനുസ്മൃതി പറഞ്ഞിട്ട് നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അതായത് ബാല്യത്തിൽ അവളെ രക്ഷിതാക്കൾ നോക്കും, യൗവനത്തിൽ അവളെ ഭർത്താവ് നോക്കും, വാർദ്ധക്യത്തിൽ അവളെ മകൻ നോക്കും, അല്ലാതെ അവൾക്ക് പ്രത്യേകം ഒരു സ്വാതന്ത്ര്യം ആവശ്യമില്ല. അതാണ് മനുസ്മൃതി. ഇനി ഖുറാനാകട്ടെ, ഖുറാൻ പറഞ്ഞത് എന്താണ്? അതായത് ഒരു ഭർത്താവ് ഒരു സ്ത്രീനെ അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ബോധിക്കാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീ മുഹമ്മദ് നബീൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും. മുഹമ്മദ് നബി പറയും, അവളോട് പറയും, സ്ത്രീ കൃഷിസ്ഥലമാണ്, പുരുഷൻ്റെ ഇഷ്ടത്തിനൊത്ത് വിത്ത് വിതക്കാനും കൊയ്യാനും ഉള്ള അവസരമാണ് ഉള്ളത്, അതുകൊണ്ട് അവൻ എന്തുകൊണ്ടും ചെയ്യാം, നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല എന്ന് പറയും. ഈ പിന്നെ പറയേണ്ടത് സ്ത്രീനെ ആദ്യം ഉപദേശിക്കുക, അത് കേട്ടില്ലെങ്കിൽ ലൈംഗികമായിട്ട് വിട്ടു നിർത്തുക, അതും കേട്ടിട്ടില്ലെങ്കിൽ കെട്ടിയിട്ട് തല്ലുക ഖുറാൻ വചനമാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽ ഇതുവരെ ഒരു മാർപ്പാപ്പയോ ഒരു ബിഷപ്പോ ഒരു സ്ത്രീ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കന്യാസ്ത്രീകളെ മാത്രം പാവം തല്ലുകൊള്ളാനും ശിക്ഷിക്കപ്പെടാനും മാത്രം. ഇതിനു മുന്നേ ഒരു സ്ത്രീനെ പറ്റി ഇവിടെ പറഞ്ഞു, അവർ പേരാരും പറഞ്ഞിട്ടില്ല, സിസ്റ്റർ ജസ്മി. അവർ സമൂഹത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് അവർക്ക് സഭയിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ എഴുതി 1-2 പുസ്തകം എഴുതിയിട്ടുണ്ട്. ജസ്മി പരസ്യമായിട്ട് സംവാദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ സഭയിൽ നടന്ന സംഭവങ്ങളൊക്കെ. പിന്നെ വേറൊരു കാര്യം, നമ്മളെ മുസ്ലിങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, മത പാർട്ടിയാണ്. ഒരൊറ്റ സ്ത്രീയുടെ പേര് കൊടുത്തു അവർ പറഞ്ഞ വലിയ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യമാണ്, അതുമാണ് ഇതുമാണ്, അങ്ങനെ നമ്മളെ ഖുറാൻ അങ്ങനെ പറഞ്ഞിട്ടെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്താണ് കൊടുക്കാത്തത്? അതായത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ല. സ്ത്രീ അടിമയാണ്, എന്നും അടിമയാണ്. എൻ്റെ സുഹൃത്ത് പറയണ്ടായിരുന്നു, അവൻ്റെ ഭാര്യ അവൻ്റെ ഉറക്ക ഗുളികയെന്ന്. ഇതാണ് സ്ത്രീയുടെ അവസ്ഥ. അവൾ ഒരു ലൈംഗികോപാധി ഉപകരണം മാത്രമാണ് പുരുഷൻ്റെ മുന്നിൽ. അവൾ കുട്ടികളെ നോക്കിക്കൊള്ളുക, മറ്റു നോക്കിക്കൊള്ളുക എല്ലാമാണ്. നമ്മൾ സംവരണം 30% സംവരണം കൊടുത്തിട്ടും എത്ര സ്ത്രീകൾക്ക് സംവരണം കൊടുത്തിട്ടുണ്ട്? ഇപ്പോൾ 50% ആക്കണമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. എത്ര പേർക്ക് സംവരണം കൊടുക്കും? ഏത് പാർട്ടിയാണ് സംവരണം ഇത്ര കൊടുത്തിട്ടുള്ളത്? സ്ത്രീകളെ ഉയർത്താൻ ആരും ആഗ്രഹിക്കില്ല. കാരണം സ്ത്രീ ഉയർന്നു വന്നാൽ ആപത്താണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് എത്രയോ ആൾക്കാർ വന്ന് ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിട്ടുള്ളൂ. അതുമാതിരി പ്രസിഡൻറ്റ് ഒരൊറ്റ വനിതാ പ്രസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മൾ പറയും സ്ത്രീക്ക് സമത്വം വേണം, സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, അത് വേണം, ഇത് വേണമെന്നൊക്കെ. എന്താ കൊടുക്കാത്തത്? പുരുഷാധിപത്യമാണ്. പുരുഷൻ എന്നും സ്ത്രീയുടെ മേൽ ആധിപത്യം നേടിയിട്ടേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മളെ മനുസ്മൃതിയല്ല എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, ശൂദ്രനും സ്ത്രീക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. സ്ത്രീ വിദ്യാഭ്യാസം പാടില്ല. മുന്നേ ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൂടെ വിദ്യാഭ്യാസം കൊടുത്തിരുന്നില്ല ആദ്യം. പിന്നെ അതിന് ശേഷം ബ്രാഹ്മണ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു തുടങ്ങി. ഹിന്ദുക്കളുടെ ആചാര്യനായ ശ്രീ ശങ്കരാചാര്യ സ്ത്രീകളെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മതപണ്ഡിതനും ഒരു മതവും സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒച്ച വെച്ചിട്ടില്ല. നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ സ്ത്രീകളോട് എങ്ങനെയാണ് ചെയ്തിരുന്നത്? രാധ എന്ന് പറഞ്ഞ അവൻ്റെ രാപ്പാണെന്ന് പറയുന്ന ഒരു അമ്മാവനുണ്ടായിരുന്നു. അമ്മാവൻ്റെ ഭാര്യയായിരുന്നു രാധ. ശ്രീകൃഷ്ണനായിട്ടും പ്രായമുള്ള സ്ത്രീയായിരുന്നു. അവരായിട്ട് വേണ്ടതെല്ലാം ചെയ്ത് അവസാനം ദ്വാരകയിൽ പോകുമ്പോൾ ഉപേക്ഷിച്ചു. ഈ രാധ ശ്രീകൃഷ്ണനെ കാണാൻ പോയിരുന്നു ഒരു പ്രാവശ്യം ദ്വാരകയിൽ. ആ കഥയായിരിക്കും അറിയില്ലായിരിക്കും. ദ്വാരകയിൽ പോയിട്ട് ശ്രീകൃഷ്ണൻ്റെ ഭാര്യ ശ്രീകൃഷ്ണൻ പറയും അവൻ്റെ കളിക്കൂട്ടുകാരിയാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയും. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഭാര്യ സത്യഭാമ ഒരു പാത്രത്തിൽ നിറയെ ചൂടുള്ള തിളക്കുന്ന പാല് കൊണ്ട് കൊടുക്കും. അത് ശ്രീകൃഷ്ണന് മനസ്സിലായി. രാധ സുഖമായിട്ട് പാല് കുടിച്ചിട്ട് പോകും. അപ്പോൾ സത്യഭാമ എന്തൊക്കെ പൊള്ളാഞ്ഞ്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കാലിൻ്റെ അടി കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞത്. ആ പൊള്ളലിട്ട ശ്രീകൃഷ്ണനെ ഏറ്റുവാങ്ങി. ഇങ്ങനെ ശ്രീകൃഷ്ണനെ പറ്റി പറയാൻ കുറേ ഉണ്ട് പറയാൻ. എനിക്ക് ഇന്ന് ദിവസം മുഴുവൻ വേണം. 8 ഭാര്യമാരും 16,000 സ്ത്രീകളും, ഈ 8 ഭാര്യമാരും 32,000 കുട്ടികൾ. അതിൽ ശ്രീകൃഷ്ണൻ്റെ വംശനാശം ഉണ്ടാവാൻ കാരണം തന്നെ ഒരു മകനാണ്. അതായത് ജാമ്പമതിയിലുണ്ടായ സാമ്പൻ എന്ന മകനാണ് ഈ ദ്വാരകയുടെ കൃഷ്ണൻ്റെ വംശത്തിന് നാശം ഉണ്ടാകാൻ കാരണം. അതിൻ്റെ കാരണം എന്തെന്ന് പറയാം. ഒരു പ്രാവശ്യം ഒരു 2 മുനിമാർ ഈ ദ്വാരകയിൽ വരുന്ന ടൈമിൽ ഈ സാമ്പൻ ഗർഭിണി വേഷം കെട്ടിയിട്ട് വരും. അപ്പോൾ മുനിമാരോട് ചോദിക്കും, ഇവളെ എന്നാ പ്രസവിക്കാമെന്ന് ചോദിക്കും. അപ്പം മുനിമാർക്ക് മനസ്സിലായി ഇത് വേഷം കെട്ടി വന്നതാണ്. അപ്പം മുനി പറയും, ഇവൾ ഒരു ഇരുമ്പൊലക്കെ പ്രസവിക്കും. അങ്ങനെ ഇരുമ്പൊലക്കെ പ്രസവിക്കും.
ആ ഇരുമ്പലൊക്കെ കൊണ്ട് ദ്വാരയൊക്കെ നാശമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇരുമ്പലൊക്കെ അടിച്ച് പൊളിച്ച് കടലിൽ കളയും. അത് കടലത്തിൽ അടിച്ച് കൂടിയിട്ട് ഒരു നീണ്ട ഒരു പുല്ലായി വളരും. ആ പുല്ലാണ് യാദവ കുമാരന്മാർ തമ്മിലടിച്ചിട്ട് മരിക്കുന്നത്. എന്ന് ഒരു കഷ്ണം കടലിൽ പോയിട്ട് ഒരു വേടന് കിട്ടും. വേടൻ അവൻ്റെ ഫ്രണ്ട് മുക്കുവന് കൊടുക്കും. മുക്കുവൻ കിട്ടിയിട്ട് മുക്കുവൻ വേടന് കൊടുക്കും. വേടൻ അത് അമ്പാക്കി ഉപയോഗിച്ചിട്ടാണ് ശ്രീകൃഷ്ണനെ കൊല്ലുന്നത്. 50 വർഷമായിട്ട് ഞാൻ നിരീശ്വരവാദിയാണ്. ഞാൻ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. എനിക്കൊരു അരാജകത്വം നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. എനിക്കിതുവരെ സുഖസമൃദ്ധമായ ഒരു ജീവൻ തന്നെയാണ് ഞാൻ നയിക്കുന്നത്. എനിക്കാരെയും കാല് പിടിക്കാനും കൈ പിടിക്കാനും പോകേണ്ടി വന്നിട്ടില്ല. ധ്യാനം എന്ന് പറയുന്നത് മാനസികവും ശാരീരികവുമായ ഒരു പീഡനമാണ്. നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിലെ ഗ്രാനുലർ കോശങ്ങൾ ചുരുങ്ങും. എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഓക്സിജനെ നിയന്ത്രിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ബ്രെയിനിൽ കൂടുകയാണ്. അപ്പോൾ എന്താവും? ഒരു മതിഭ്രമം ഉണ്ടാവും, ഒരു മയക്കം. അതാണ് സുഖദായകമായിട്ട് തോന്നുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതൊരു പീഡനമാണത്. അതിൻ്റെ അന്തിമഘട്ടമാണ് സമാധി. ശ്വാസം മുട്ടിച്ച് കൊല്ലലാണ്, ആത്മഹത്യയാണ് സമാധി, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമ്മൾ ഈ ധ്യാനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ന് മുന്നേയും പറഞ്ഞു എന്നോട്, നിങ്ങൾ യുക്തിവാദികൾ ധ്യാനം ചെയ്യണമെന്ന്. എന്തിനാണ് ശാരീരിക പീഡനം ചെയ്യുന്നത്, മാനസിക പീഡനം ചെയ്യുന്നത്? എന്തിൻ്റെ ആവശ്യമാണ്? നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് വരികയെന്നാണ് പറയുന്നത്. അത് ഏകാഗ്രമാക്കാൻ ഈ ധ്യാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നല്ലൊരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്നാൽ തന്നെ നല്ലതായിട്ട് വരും. മനസ്സിന്, ശരീരത്തിന് അത് ഗുണദായകമായിരിക്കും. ശാസ്ത്രീയമായിട്ടുള്ള ധ്യാനത്തിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ ശാസ്ത്രീയ വീക്ഷണമാണ്, ഡോക്ടറുടെ ലേഖനമാണ്. ഞാൻ വേണ്ടത് കൊണ്ടുപോയി കാണിക്കാം. ഞാൻ ഒന്നും കൂടി അതിനെപ്പറ്റി പറയാം. നമ്മൾ ഓക്സിജൻ നിയന്ത്രിക്കുമ്പോൾ തലച്ചോറ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശക്തി കൂടും. അപ്പോൾ നമുക്ക് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിൽ ഗ്രാനുലർ കോശങ്ങൾ ചുരുങ്ങും. അപ്പോൾ മതിഭ്രമം ഉണ്ടാവും. ഇതൊരു 200 അതാണ് സുഖദായകമായി തോന്നുന്നത്. അപ്പോൾ തലച്ചോറിൽ ടെറിട്ടോൺ എന്ന് പറയുന്ന ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോഴാണ് ക്ഷീണം തോന്നുന്നത്, മയക്കം വരുന്നത്. അതാണ് നിങ്ങളുടെ ധ്യാനം. ഈ ധ്യാനത്തിൻ്റെ അവസ്ഥയ്ക്ക് കിട്ടണമെങ്കിൽ കഞ്ചാവ് അടിച്ചൊരു ചോക്ലേറ്റ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു മാൻഡ്രക്സോ എന്തും കഴിച്ചാൽ മതി. ഇതേ അവസ്ഥ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ സമയം